നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 9, 2026 തിങ്കൾ. അങ്ങനെ ഗ്ലോബൽ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനും അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നു. എങ്കിലും ആകെ ഒരു ആശ്വാസം, നിഫ്റ്റിക്ക് ഇന്ന് 24,000 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ശക്തമായൊരു നഷ്ടം നേരിടേണ്ടി വന്നതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തതുപോലെ തന്നെ ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും അതിശക്തമായ ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. എങ്കിലും ഇന്ന് നിഫ്റ്റിക്ക് 23,697 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് ഉച്ചതിരിഞ്ഞ് നേരിയ റീബൗണ്ട് മാർക്കറ്റിൽ സംഭവിച്ചതിന്റെ ഫലമായിട്ട് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടക്കുവാൻ സാധിച്ചെങ്കിലും 24,078 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി 422 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 24,028 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 1,352 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 1,763 പോയിന്റുകളുടെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ വലിയ ഒരു നേട്ടം കൈവരിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയിട്ടും ഇന്ന് ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും അതിശക്തമായ നഷ്ടത്തിലേക്ക് പോയെങ്കിലും നിഫ്റ്റി ഐടിക്ക് ഇന്ന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും 23 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 30,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. അതേസമയം ബാക്കി എല്ലാ സെക്ടേഴ്സിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഓട്ടോ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, മെറ്റൽ, PSU ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 2% മുതൽ 4% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് ഇടിവ് തുടരേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 2% നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയും ചെയ്തു. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, ഐഷ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, അൾട്രാടെക് സിമെന്റ്, മാരുതി സുസുക്കി തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിട്ടപ്പോൾ വിപ്രോ, സൺഫാർമ, അപ്പോളോ ഹോസ്പിറ്റൽ, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇൻഫോസിസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 64 പൈസയുടെ നഷ്ടത്തോടുകൂടി 92.33 എന്ന ലെവലിലായിട്ട് ഫ്രഷ് റെക്കോർഡ് ക്ലോസിംഗ് ലോയും ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ഇതിനു മുൻപേ ഇതിനും താഴേക്ക് ഇന്ത്യൻ രൂപ പതിച്ചെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും താഴ്ന്ന നിലയിലായിട്ട് ഇന്ത്യൻ രൂപയ്ക്ക് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ ഒരു നഷ്ടത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടിരുന്നു, വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അതിശക്തമായ ഉയർച്ച നേരിടുകയുണ്ടായി. തുടർന്ന് ഇന്ന് രാവിലെ ആയപ്പോഴേക്കും വീണ്ടും മാർക്കറ്റിൽ വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ ജൂലൈ 2022 ശേഷം ബ്രന്റ് ക്രൂഡിന്റെ വില ഒരു ബാരലിന് $119 എത്തിച്ചേർന്നു. കൂടാതെ ക്രൂഡ് ഓയിലിന്റെ വില $115 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേരുകയുണ്ടായി. ഏകദേശം 20% ഉയർച്ചയാണ് ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ അനുഭവപ്പെടുകയും ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ച യുദ്ധം തുടങ്ങിയപ്പോൾ പോലും കാണാത്ത തരത്തിൽ ഈ വീക്കെൻഡില് ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അതിശക്തമായ ഉയർച്ചയുണ്ടാക്കുവാൻ കാരണമാക്കിയത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിരുന്നു, ഖത്തർ അവരുടെ നാച്ചുറൽ ഗ്യാസിന്റെ പ്രൊഡക്ഷന് പകുതിക്ക് അടുത്ത് വെട്ടിക്കുറയ്ക്കുന്നത്. എന്നാൽ ഇതേ ഘട്ടത്തിലേക്ക് ഇറാഖും കുവൈത്തും എത്തിച്ചേർന്നതിനെ തുടർന്ന് ഓയിലിന്റെ ഔട്ട്പുട്ടിലും അവർ കട്ട് നടത്തുകയുണ്ടായി. മാത്രമല്ല, നിലവിൽ ഇറാന്റെ ഹോർമൂസ് കടലിടുക്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കപ്പൽ ചരക്ക് ഗതാഗതത്തിലുള്ള തടസ്സങ്ങൾക്കൊപ്പം ഇറാനും കുവൈറ്റും കൂടെ ഓയിലിന്റെ ഔട്ട്പുട്ട് കുറച്ചതാണ് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് ആകമാനം ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ അതിശക്തമായ ഉയർച്ചയ്ക്കും ഇടയാക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിനെ മാത്രമല്ല ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെയും അതിശക്തമായ ഒരു നഷ്ടത്തിലേക്ക് പ്രധാനമായും തള്ളിവിട്ടത് ക്രൂഡ് ഓയിലിന്റെയും ബ്രന്റ് ക്രൂഡിന്റെയും വിലയിലുണ്ടായ അതിശക്തമായ ഉയർച്ച തന്നെയാണ്. ഇതുകൂടാതെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ ഇന്നലെ യുഎസിൽ നിന്നും കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യപ്പെട്ട ഫെബ്രുവരി മാസത്തെ ജോബ് ഡാറ്റ മാർക്കറ്റിനെ നിരാശപ്പെടുത്തുകയും ഇതിനെ തുടർന്ന് വെള്ളിയാഴ്ച യുഎസ് മാർക്കറ്റുകൾ ശക്തമായ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. ഇതുകൂടാതെ ഇന്ന് യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും 2% നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നതും. കൂടാതെ ഇന്ന് യൂറോപ്യൻ, ഏഷ്യൻ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട വീക്ക്നെസ്സിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് വീക്ക് ആയിട്ട് മാറിയതും. വെള്ളിയാഴ്ചയും 6,030.38 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റില് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അതിശക്തമായ സെല്ലിംഗ് തുടർന്നതും. കൂടാതെ ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വരികയും ചെയ്തു. ഈ കാരണങ്ങൾക്കൊക്കെ പുറമെ കഴിഞ്ഞ ആഴ്ചയിൽ 4 ട്രേഡിംഗ് സെഷന് കൊണ്ട് 6.5% ഇടിവ് നേരിടേണ്ടി വന്ന പബ്ലിക് സെക്ടർ ബാങ്ക്സിന് ഇന്ന്
സിംഗിൾ ഡേ കൊണ്ട് തന്നെ ഇൻട്രാഡേ ബേസിസിൽ മാത്രം 5% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. പിന്നീട് 1% റിക്കവറി രേഖപ്പെടുത്തുവാൻ സാധിച്ചെങ്കിലും ക്ലോസിംഗ് ബേസിസിൽ 4% നഷ്ടത്തോടു കൂടിയിട്ടാണ് നിഫ്റ്റി PSU ബാങ്കും വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. കൂടാതെ പ്രൈവറ്റ് ബാങ്കിനും ഇന്ന് അതിശക്തമായ നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. നിഫ്റ്റി ബാങ്കിനും ഇന്ന് 3%-ലേറെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. എസ്പെഷ്യലി ഇന്ന് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായ HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ 3%-ഓളം ഇടിവ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. ഇതിനു പുറമെ കഴിഞ്ഞ ആഴ്ചയിൽ 4 ട്രേഡിംഗ് സെഷൻ കൊണ്ട് മാത്രം 44% ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് ഇന്നും 20%-ലേറെ ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ രേഖപ്പെടുത്തിയെങ്കിലും 17% ഉയർച്ചയോടുകൂടി 23.36 എന്ന ലെവലിലായിട്ട് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് ഇന്ത്യ വിക്സും ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നും ഇന്ത്യ വിക്സിൽ അനുഭവപ്പെട്ട അതിശക്തമായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിനും ദോഷകരമായി തന്നെ മാറുകയും ചെയ്തു. ഈ പറഞ്ഞ ഘടകങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിന് അതിശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്തത്. എന്നാൽ പിന്നീട് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഏകദേശം രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ 6%-ഓളം ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പിന്നീട് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഗണ്യമായ രീതിയിൽ കൂൾ ഓഫ് ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ചെറിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും റീബൗണ്ട് നടത്തിക്കൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചത്. അല്ലെങ്കിൽ വളരെ വലിയ ഒരു ഇടിവ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനും നേരിടേണ്ടതായിട്ട് ഒരുപക്ഷെ വന്നേനെ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും റിക്കവറി രേഖപ്പെടുത്തുകയുണ്ടായി. നിലവിലാകെ 1.12% അഥവാ 533 പോയിന്റുകളുടെ നഷ്ടം മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 1.25%-ലേറെയും ഫ്രാൻസ് മാർക്കറ്റ് 2%-അടുത്തും ജർമ്മൻ മാർക്കറ്റ് 1.25%-അടുത്തും നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് എല്ലാ മാർക്കറ്റുകളും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ജപ്പാൻ മാർക്കറ്റിന് 5.5%-അടുത്തും കൊറിയൻ മാർക്കറ്റിന് 6.25%-ലേറെയും നഷ്ടം ഇന്ന് നേരിടേണ്ടതായിട്ടും വന്നു. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വില 13.17% ഉയർച്ചയോടുകൂടി $104.90 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $101.81 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 1%-അടുത്ത് ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. $5,108 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ നിലവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. അതേസമയം ഗോൾഡിന്റെ വില $84.17 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഗെയിൽ ഇന്ത്യ ടെലികോം ബിസിനസ് അവസരങ്ങൾ വികസിപ്പിക്കുന്നതിനായി റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി കമ്പനി പങ്കാളിത്തം പ്രഖ്യാപിച്ചു. റെയ്മണ്ട് റിയാലിറ്റി ലിമിറ്റഡ് മുംബൈയിലെ കാണ്ടിവാലയിൽ 3,000 കോടി രൂപയുടെ ഗ്രോസ് ഡെവലപ്മെന്റ് വാല്യൂ വരുന്ന റെസിഡൻഷ്യൽ പ്രോജക്ട് വികസിപ്പിക്കുന്നതിനായിട്ടുള്ള അന്തിമ രേഖകളിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് 2019-20 സാമ്പത്തിക വർഷവും കൂടാതെ 2020-21 സാമ്പത്തിക വർഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 42.31 കോടി രൂപയുടെ GST ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. പ്രിസിഷൻ ക്യാംഷാഫ്റ്റ്സ് കമ്പനിയുടെ Q3 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്വാർട്ടറിൽ 42 കോടി രൂപ നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 9.58 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. ABB ഇന്ത്യ 2026 ഈ വർഷം കഴിയുന്നതിന് മുന്നേ നിർമ്മാണ ഗവേഷണ വികസനത്തിൽ $75 മില്യൺ നിക്ഷേപം കമ്പനി നടത്തുമെന്നുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. സ്മൃതി ഓർഗാനിക്സ് ലിമിറ്റഡ് യൂറോപ്യൻ ഡയറക്ടറേറ്റിൽ നിന്ന് മരുന്നുകളുടെ ഗുണനിലവാരത്തിനുള്ള CEP സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുകയുണ്ടായി. പാരാസ് ഡിഫൻസ് DRDOയിൽ നിന്ന് 80.28 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഓറിയാന പവർ 234 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിക്കായി 1,180 കോടി രൂപയുടെ CPC കരാർ കമ്പനി നേടിയെടുത്തു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.